നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കോരത്ത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. നിങ്ങൾ ഡയഗ്നോസിനായിട്ട് ഇത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എംപതിയെ കുറിച്ച് തന്നെയാണ്. പക്ഷേ ഇത് സെൽഫ് എംപതി എന്നുള്ളതാണ്. അതായത് എംപതി എങ്ങനെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ നല്ലൊരു എംപാത്താണ്, എനിക്ക് ഭയങ്കര ഹൈ എംപതിയാണ്, ഞാൻ സൂപ്പർനോവ എംപാത്താണ്, ഞാൻ ഹൈപ്പർ എംപാത്താണ്. യു ഗെറ്റ് ലോഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ് പീപ്പിൾ സേ. അപ്പോൾ നമുക്ക് ലോജിക്കൽ എംപതി ഉണ്ട്, നമുക്ക് ഇമോഷണൽ എംപതി ഉണ്ട്. എല്ലാ രീതിയിലും എംപതീസിനെ നമുക്ക് കുറേ ഇതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എംപതി ശരിക്കും സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ലെവലിലേക്ക് വരുമ്പോഴത്തേനും, ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ എംപതിക്ക് വളരെ വലിയൊരു റോളുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് അവർ സെൽഫ്സ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളുമായിട്ടുള്ളതിലാണ്. അതായത് എനിക്ക് എന്നോടുള്ള എംപതി, അതായത് സെൽഫ് എംപതി. സെൽഫ് എംപതി എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ആദ്യമേ നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്യണം. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവെയർ ആകുന്നു. സോ റെക്കഗ്നൈസിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാലിഡേറ്റിങ്. അതായത് നമുക്ക് ആദ്യം നമ്മൾ അവെയർ ആകുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നതെന്നുമുള്ളത് അതിനെ മനസ്സിലാക്കുന്നു. പിന്നെ അതിനെ വാലിഡേറ്റ് ചെയ്യുന്നു. എന്തുമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊക്കെയുള്ള നമ്മുടെ ഓൺ ഇമോഷൻസിനെ, അതായത് എൻ്റെ ഇമോഷൻസും എൻ്റെ എക്സ്പീരിയൻസസും, ലൈഫിനുള്ള എക്സ്പീരിയൻസസിനെയും ഞാൻ അതിനെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ഇമോഷൻസും എക്സ്പീരിയൻസിനെയും വെച്ച് നോക്കിയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കുകയാണ്, നമ്മളും മറ്റുള്ളവരുമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ എക്സ്പീരിയൻസ്, ഇമോഷൻസിനെയൊക്കെ നമ്മൾ എത്രമാത്രം വാല്യൂ കൊടുത്ത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ കണ്ടക്ട് ചെയ്യുന്നു. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ അസേർട്ട് ചെയ്യുന്ന രീതി, നമ്മളെന്ന വ്യക്തിത്വത്തെ നമ്മൾ ക്യാരി ചെയ്യുന്ന രീതിയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ പറയും എംപതി എന്ന് പറയുന്നത് ട്രീറ്റ് അതേഴ്സ് ആസ് യു ട്രീറ്റ് യുവർ സെൽഫ്. ഇത് തിരിച്ച് നമ്മൾ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്കും കൂടെ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയായി വരുന്നത്, അല്ല നമ്മുടെ ഫീലിങ്സും നമ്മളുടെ എക്സ്പീരിയൻസസും ലൈഫിലെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളും ബിഹേവ് ചെയ്യാൻ എന്നുള്ളതാണ് സെൽഫ് എംപതി പറയുന്നത്. സെൽഫ് എംപതി എന്ന് പറയുന്നതിനകത്ത് വി ട്രീറ്റ് അവർ സെൽവ്സ് വിത്ത് കമ്പാഷൻ. നമ്മൾ നല്ല കമ്പാഷനും കെയറും അണ്ടർസ്റ്റാൻഡിങ്ങും കൊടുത്തിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുക. നമുക്ക് സെൽഫ് എംപതി ഉള്ളവർ എപ്പോഴും അങ്ങനെയായിരിക്കും. അല്ലാതെ നമ്മൾ ചുമ്മാ കയറിയിട്ട് ലൈക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ നോക്കുന്നത്, നമ്മൾ പറയത്തില്ലേ, അയ്യോ അയാൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. അപ്പം നമ്മളും പറയും, ഞാൻ ഇങ്ങനെ ചെയ്തത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം, അങ്ങനെയല്ലേ പറഞ്ഞ, അപ്പം അടുത്ത പ്രാവശ്യം ഞാൻ തിരുത്തിയാൽ മതിയല്ലോ, തിരുത്തിയാൽ പോരെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പാഷനും കെയറും അതുപോലെ തന്നെ നമ്മളുടെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പെക്റ്റും ഒക്കെ നമുക്ക് കൊടുത്ത് പെരുമാറുന്ന, ഈവൻ ഐ മേക്ക് എ മിസ്റ്റേക്ക്, നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്താൽ പോലും നമ്മൾ അങ്ങനെയേ നമ്മളെ നോക്കത്തുള്ളൂ. നമ്മൾ വേറൊരാൾ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അയാൾക്ക് ഓക്കെ ക്ഷമിച്ചു, ഓക്കെ മനസ്സിലായി, നിങ്ങൾക്ക് അതുകൊണ്ടാണ്, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ സോറി എനിക്ക് ചില പറയും എംപതി അങ്ങോട്ട് കൂടിയിട്ട് സോറി എത്ര പറഞ്ഞാലും അതേ സെയിം തെറ്റിയത് പിന്നെ സോറി പറയും, പിന്നെ തെറ്റിയും, പിന്നെ സോറി പറയും, പിന്നെ തെറ്റിയും, പിന്നെ സോറി പറയും, പിന്നെ തെറ്റിയും. വാട്ട് ഈസ് ദിസ്? ഇതൊന്നും എംപതി അല്ല, ഇത് ഫൂളിഷ്നെസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു രീതിയിൽ, യാതൊരു രീതിയിലും നമ്മുടെ ലൈഫിന് വാല്യൂ ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സെൽഫ് എംപതിയിൽ എപ്പോഴും നമ്മളെ ഈ രീതിയിലാണ് കണ്ടക്ട് ചെയ്യുക, നമ്മൾക്ക് എങ്ങനെ ഒരു കാര്യം. അപ്പൊ ആ സെൽഫ് എംപതി എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. അപ്പൊ നമ്മൾ തെറപ്പിയിലൊക്കെ ആണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ടാണ് അത് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തന്നെ, നമ്മളൊരു തെറ്റ് ചെയ്താലും നമ്മുടെ സ്ട്രഗിൾസിലും എല്ലാത്തിനകത്തും നമ്മൾ സെൽഫ് എംപതി ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് വൈ ഐ ഡിഡ് വാട്ട് ഐ ഡിഡ്. അതല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നോക്കാം, വൈ ഷുഡ് ഐ ഡു വാട്ട് ഐ എം പ്ലാനിങ് ടു ഡു എന്ന് നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കി പറയാം. അപ്പൊ എപ്പോഴും ഒരു സെൽഫ് എംപതി എന്ന് പറയുന്ന ആള്, വൈ ഐ ഡിഡ് വാട്ട് ഐ ഡിഡ്, വൈ ഐ സെഡ് വാട്ട് ഐ സെഡ്, why I thought what I thought, why I felt what I felt. അല്ലെങ്കിൽ why I do what I do, why I say what I say,
വൈ ഐ തിങ്ക് വാട്ട് ഐ തിങ്ക്, വൈ ഐ ഫീൽ വാട്ട് ഐ ഫീൽ. ഈ 4 സെൽഫ് എമ്പതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എനിക്ക് തന്നെ ഞാൻ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു, എനിക്ക് എന്നെ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ ഞാൻ എന്നെ വാലിഡേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യത്തിൽ ഈ കാര്യം വേണ്ടേ? ഞാൻ എന്തുകൊണ്ടൊരു കാര്യം ചെയ്യുന്നു, എന്തുകൊണ്ടൊരു കാര്യം പറയുന്നു, എന്തുകൊണ്ടൊരു കാര്യം ചിന്തിക്കുന്നു, എന്തുകൊണ്ടൊരു കാര്യം ഇങ്ങനെ ഇമോഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ള എല്ലാ കാര്യത്തിലും നോക്കും. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഇവന്റിൽ ഒരാളുകളുമായിട്ട് എന്ത് കാര്യവും ഞാൻ ചെയ്തോട്ടെ, ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പോ പറയുന്നതിന് മുമ്പോ തിങ്ക് ചെയ്യുന്നതിന് മുമ്പോ ഫീൽ ചെയ്യുന്നതിന് മുമ്പോ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്തു ഗുണം, എനിക്കെന്തു ദോഷം, ഇത് ഞാൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഇതിപ്പോ ചിന്തിച്ചുകൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ടൊരു കാര്യമില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തത് കൊണ്ട് എനിക്ക് ഗുണമില്ല, ഇങ്ങനെ പറഞ്ഞത് കൊണ്ടും എനിക്ക് ഗുണമില്ല, അല്ല എനിക്ക് ഗുണമുണ്ട്. അതാണ് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ അതേഴ്സ്, അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യും, ഇവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, അവരങ്ങനെ ആയിരിക്കും, ഇവരിങ്ങനെ ആയിരിക്കും, എങ്കിലും അവരങ്ങനെ ചെയ്തില്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുക, നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് ബുദ്ധിയും ബോധമൊക്കെ തന്ന് നമ്മളെ വിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ എങ്ങനെയായിരിക്കണം, ഈ ഒരു എക്സ്പീരിയൻസ് എന്തുകൊണ്ട് വന്നു. അത് മോശമായാലും നല്ലതായാലും എങ്ങനെയായാലും, ഞാനൊരു മിസ്റ്റേക്ക് ചെയ്താലും അങ്ങനെ എന്തുമായിക്കോളും, അല്ലെങ്കിൽ ഞാനൊരു സ്ട്രഗിളിൽ കൂടെ പോകുന്നു, അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കണം വൈ ദ സ്ട്രഗിൾ ഫോർ മീ, എന്തുകൊണ്ട് വന്നു, എൻ്റെ കയ്യിൽ നിന്ന് എന്താ ഇത് വന്നത്, ഏത് സാഹചര്യത്തിലൂടെ പോയപ്പോഴാണ് ഇങ്ങനെ വന്നത്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ വെൻ ഐ എം സെൽഫ് എംപത്തറ്റിക് പേഴ്സൺ ഐ വിൽ ഗിവ് എ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ടു മൈസെൽഫ്. അതായത് എന്നെ ഞാൻ ഒരു കണ്ടീഷനും വെക്കാതെ പോസിറ്റീവ്ലി തന്നെ അക്സെപ്റ്റ് ചെയ്യും ആസ് ഹൂ ഐ ആം. എനിക്ക് അൺകണ്ടീഷണലായിട്ട് ഒരു കണ്ടീഷനും വെക്കില്ല, നീ അങ്ങനെയാണ് അതാണ് ഇതാണെന്നൊന്നുമില്ല. അൺകണ്ടീഷണലായിട്ട് എനിക്കൊരു പോസിറ്റീവ് റിഗാർഡ് ഉണ്ടായിരിക്കും. ഐ വിൽ ഹാവ് എ പോസിറ്റീവ് സെൽഫ് ടോക്ക്. അതായത് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഐ ഹാവ് എ റൈറ്റ് ടു ബി ദിസ് വേ ആൻഡ് ഐ ചൂസ് ടു ബി ദിസ് വേ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ഐ എം ഞാനിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഐ വാണ്ടഡ് ടു ബി ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ്, ദ നമ്പർ 1 സൈക്കോളജിസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഐ ജസ്റ്റ് സേ I have a right to be the best psychologist in the world and I choose to be the best psychologist in the world. അങ്ങനെ ഞാൻ പറയാം. എനിക്ക് റൈറ്റ് ഉണ്ടോ? എനിക്ക് റൈറ്റ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യം ചെയ്യാൻ റൈറ്റ് ഉണ്ടോന്ന്. റൈറ്റ് ഉള്ളതിന് വേണ്ടി മാത്രമേ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാവൂ. റൈറ്റ് ഇല്ലാത്തതിന് വേണ്ടി സെൽഫ് ടോക്ക് ചെയ്താൽ നമുക്ക് പ്രശ്നം. അതാ ഞാൻ പറയാം, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എപ്പോഴും നമ്മൾ നോക്കും. എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു, പറയുന്നു, തിങ്ക് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു ഒക്കെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പം സെൽഫ് ടോക്ക് വരുമ്പോഴത്തേനും, പോസിറ്റീവ് സെൽഫ് ടോക്ക് വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ പറയുക, ഐ ഹാവ് എ റൈറ്റ് ടു ഡു ദിസ്, ഐ ഹാവ് എ റൈറ്റ് ടു ബി ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് ഇൻ ദ വേൾഡ് ആൻഡ് ഐ ചൂസ് ടു ബി ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് ഇൻ ദ വേൾഡ്. ഞാൻ ചൂസ് ചെയ്യുന്നു, അല്ലാതെ ബെസ്റ്റ് ഒക്കെ ആകാനുണ്ട് ആരെങ്കിലും ഒക്കെ എന്നെ ആക്ക്, അങ്ങനെയല്ല. ഐ ചൂസ് ചെയ്യും, ഞാൻ തന്നെ ചൂസ് ചെയ്യും എന്നെ അങ്ങനെ ആകാനായിട്ട്. Then the next step is I do whatever it takes me. എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യും to be the best psychologist in the world. And then I feel happy, joyful, and proud, and successful. All those kind of feelings I'll come. So I will think, I'll do, I say, I feel, എല്ലാ സാധനവും അതിനകത്ത് കറക്റ്റ് ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മളൊരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുക. അങ്ങനെ വേണം. അപ്പോൾ ആ പോസിറ്റീവ് സെൽഫ് ടോക്ക്, പിന്നെ നമുക്ക് സെൽഫ് അഫർമേഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം സെൽഫ് അഫർമേഷൻസ് പറയുന്നത് എങ്ങനെയാണ്. ഒരു കാര്യം, ഐ ക്യാൻ ഡു ദാറ്റ്, ഐ എം റിയലി ഗുഡ് ഇൻ ഇറ്റ്, ലൈക്ക് വെൻ ഐ ഗോ ദെയർ ഐ ക്യാൻ ഫേസ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മളെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളെ തന്നെ ഇങ്ങനെ അഫേം ചെയ്ത് വീണ്ടും വീണ്ടും നമ്മളെ കൺഫേം ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് പോസിറ്റീവ് നമ്മൾ സെൽഫ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡാണ്. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇതിനകത്തൊന്നും ഞാൻ ജഡ്ജ് ചെയ്യൂല. ഐ ഡോണ്ട് വാണ്ട് ടു ജഡ്ജ് മൈ സെൽഫ്. അതായത് ഈ മൂന്നിനെയും ഞാൻ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണും. പാസ്റ്റ് എന്നുള്ളത് എൻ്റെ ഇന്നത്തെ ഞാനാണ്, എന്നെ ഇന്ന് ആക്കിയിരിക്കുന്ന എൻ്റെ പാസ്റ്റിലെ ആക്ഷൻസ് ആണ്. സോ ഐ ടേക്ക് സോ ഫാർ പാസ്റ്റ് ഇസ് ഗുഡ് ഓർ പാസ്റ്റ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അപ്പം ഞാനത് എടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മോശമായിട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു, എവിടെയൊക്കെ പാടിച്ചകൾ പറ്റി, വീഴ്ചകൾ പറ്റി, അതൊക്കെ നോക്കിയിട്ട് ഞാൻ പാസ്റ്റിനെ എന്തൊക്കെ എനിക്ക് ജീവിതത്തിലേക്ക് എടുക്കണം അതിനൊക്കെ എടുക്കും, ബാക്കിയുള്ളതിനെയൊക്കെ ഡിസ്കാർഡ് ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ റെഫറൻസ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ പാസ്റ്റിന്റെ എക്സ്പീരിയൻസിനെ വെക്കും. പിന്നെ നമ്മുടെ പ്രസന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വൈ ഐ ഡു വാട്ട് ഐ ഡു, വൈ ഐ ഡിഡ് നോക്കി, വൈ ഐ ഡു വാട്ട് ഐ വിൽ ബി ഡൂയിങ് നോക്കും. അപ്പോൾ എപ്പോഴും നമ്മളെ നോക്കുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഒരു സെൽഫ് എംപതിയൊക്കെ ആളുകൾ നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണം,
എന്ത് പറഞ്ഞു, എന്ത് പറയുന്നു, എന്ത് പറയണം, എന്ത് തിങ്ക് ചെയ്തു, എന്ത് തിങ്ക് ചെയ്യണം, എന്ത് തിങ്ക് ചെയ്യാം, ഇനി ചെയ്യും, എന്ത് ഫീൽ ചെയ്തു, ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു, ഫ്യൂച്ചറിൽ എന്ത് ഫീൽ ചെയ്യണം, ഇങ്ങനെ പാസ്റ്റ്, പ്രസന്റ്, ഒരു ഫ്യൂച്ചർ, ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലൈഫിലേക്കായിരിക്കും ഒരു സെൽഫ് എംപതി ഉള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ലീഡ് ചെയ്യുന്നത്. അവിടെ ഒരു നമ്മൾ ജഡ്ജ്മെന്റൽ അല്ലാതെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമ്മൾ അതിനെ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ നോക്കും. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ സെൽഫ് എംപതി, എന്തിനാണ് നമ്മൾ ഇത്രയേറെ സെൽഫ് എംപതി എന്ന് പറയുക? സെൽഫ് എംപതി എന്ന് പറയുന്നത് ഒരു ആൾക്ക് വളരെ ഹൈ സെൽഫ് എംപത്തറ്റിക് ആയിട്ടുള്ള ആൾ നല്ല സെൽഫ് കമ്പാഷനേറ്റ് ഉള്ളതായിരിക്കും. നമ്മൾ സെൽഫ് കമ്പാഷനെ പറ്റി നേരത്തെ ഒരു ലൈവോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മളോട് തന്നെ കെയർ, റെസ്പെക്ട്, സ്നേഹം, നമ്മുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇതിനേക്കുള്ള നമ്മുടെ പ്ലാനിങ്, സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ ടേക്ക് കെയർ ചെയ്ത് പോകുന്നതാണ് സെൽഫ് കമ്പാഷനേറ്റ് ഉള്ള ഒരാൾ. അപ്പം ആ സെൽഫ് കമ്പാഷൻ ഹൈ ആയിരിക്കും, ഒരു സെൽഫ് എംപതി ഹൈ ആയിട്ടുള്ളവർക്ക്. അങ്ങനെയുള്ള ഒരു വ്യക്തി എപ്പോഴും ഹാപ്പി ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും, അവർ പ്രോഗ്രസീവ് ആയിരിക്കും, അവർ ക്രിയേറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുമായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ. ഇനി ഹൈ സെൽഫ് എംപതി ഉള്ള ആളുകൾ ഈ സെൽഫ് കമ്പാഷനും അധികമായതുകൊണ്ട് തന്നെ അവര് ഇൻ ദ ഡിക്രീസ് സൈഡ് ഓഫ് ഡിപ്രഷൻ, അതുപോലെ തന്നെ ആങ്സൈറ്റി, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് വളരെയേറെ ഈ ഫിയർ ഉണ്ടാക്കുന്നത്, ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് റിജക്ഷൻ, ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നെല്ലാം ഇവർ ഒത്തിരി 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 കുറവായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ റൂമിനേഷൻ, നമ്മൾ ഈ ഒത്തിരി പേര് പറയുന്നതാണ് ഇങ്ങനെ ഇട്ട് ചിന്തിച്ച് റൂമിനേഷൻ ഒക്കെ വളരെ കുറവായിരിക്കും സെൽഫ് എംപതി ഉള്ള ആളുകൾക്ക്. അപ്പം നിങ്ങളുടെ സെൽഫ് എംപതി നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ രീതിയിലുള്ള, ഇപ്പം നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഡിപ്രഷൻ ഉണ്ട്, ഇൻസ്റ്റന്റ് ഡിപ്രഷൻ ഉണ്ട്, പിന്നെ നമുക്ക് സിറ്റുവേഷണൽ ഡിപ്രഷൻ ഉണ്ട്, ക്ലിനിക്കൽ ഡിപ്രഷൻ, ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഡിപ്രസീവ് ആയിട്ടുള്ള മൂഡുകളും ഫീലിങ്ങും ഒക്കെ വരുന്നത്. ഇതിൽ നിന്ന് ആങ്സൈറ്റീസ്, പാനിക് അറ്റാക്സ്, ആങ്സൈറ്റി പ്രോബ്ലംസ്, ഇതിൽ നിന്നെല്ലാം റൂമിനേഷൻസ് നിന്നെല്ലാം നമുക്ക് മുക്തി നേടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിയർ ഓഫ് റിജക്ഷൻ, ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഫിയർ ഓഫ് ഫെയിലിയർ, ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് നമുക്ക് ഡിക്രീസ്ഡ് ആയിരിക്കും വെൻ യു ഹാവ് എ സെൽഫ് എംപത്തറ്റിക് ഒരു ആറ്റിറ്റ്യൂഡ്. സെൽഫ് എംപതി ഉള്ള ഒരാൾ, ഹൈ സെൽഫ് എംപതി ഉള്ള ഒരാൾക്ക് അങ്ങനെയായിരിക്കും. അയാൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും, പ്രോഗ്രസീവ് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അയാളുണ്ടായിരിക്കും. ഹൈ ആയിട്ട് സെൽഫ് കമ്പാഷനേറ്റ് ഉള്ള ആളുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സെൽഫ് എംപതിയൊക്കെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് ഏറ്റവും മനോഹരമായിട്ടും നല്ല, ഞാൻ പറയുന്ന പോലെ എപ്പോഴും പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവ് ആയിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.